Hello friends, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബട്ടൂര റെഡിയാക്കാം. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. ഇനി നമുക്ക് ബട്ടൂര ഉണ്ടാക്കാം. ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇതിപ്പോൾ 4 പേർക്കുള്ള ബട്ടൂര ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂണ് റവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടീസ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാര നല്ല കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മളെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് തൈരിലാണ് കുഴച്ചെടുക്കേണ്ടത്. 1/2 കപ്പ് തൈരാണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിപ്പം ബട്ടർ മിൽക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് പാലിലേക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി 1/2 കപ്പ് വെള്ളം എടുത്തിട്ട്, സാധാരണ പച്ച വെള്ളം എടുത്തിട്ട് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് നല്ലോണം കൈകൊണ്ട് കുഴച്ചിട്ട് നല്ല മാവാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി നെയ്യൊന്ന് തേച്ച് കൊടുക്കാം. എല്ലായിടത്തും നെയ്യോ ഓയിലോ യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ നെയ്യാണ് എടുക്കുന്നത് മാത്രം. എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇനി ബട്ടൂര ഉണ്ടാക്കാൻ പോണത്. 1 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നല്ലോണം അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും മുകൾ ഭാഗം. ഒരു മണിക്കൂർ കഴിഞ്ഞു. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം നല്ല മാവായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. ഇനി ഒരു പലകയിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരേ തിക്നെസ്സിൽ ഒന്ന് പരത്തിയെടുക്കണം. എണ്ണ ചൂടാകാൻ വെച്ചതിന് ശേഷം പരത്തിയാൽ മതി. ഇപ്പം ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അമർത്തി കൊടുക്കാം എണ്ണയിലിട്ടിട്ട്. അപ്പം അത് പൊങ്ങി വരും. എല്ലായിടത്തേക്കും എണ്ണയായിട്ട് ഒന്ന് പൊങ്ങി വന്നോളും. ഇനി എല്ലാ ഭാഗവും നല്ലോണം ഗോൾഡൻ കളറായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് കുഴക്കുമ്പം കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലോണം ഗോൾഡൻ കളറായി കിട്ടും എല്ലാ ഭാഗവും. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടൂര റെസിപ്പിയാണ്.
ഒരു നല്ല റെസിപ്പി കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇത് അടിപൊളി റെസിപ്പിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടണം. നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.